കുട്ടിയെ വീട്ടിലേക്ക് കയറി കുത്തിക്കൊല്ലുന്ന ഭർത്താവ്, അനുജന്റെ ശരീരത്തിലേക്ക് കത്തിയിറക്കുന്ന ജ്യേഷ്ഠൻ, പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് കാമുകിയുടെ സഹോദരനെ വീട്ടിൽ കയറി കൊല്ലുന്ന മറ്റൊരു സുഹൃത്ത്, വീട്ടിലെ 5ഓളം അംഗങ്ങളെ ഒരൊറ്റ ദിവസം 1 മണിക്കൂർ കൊണ്ട് തീർത്തു കളയുന്ന കേവലം 25 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ. കേരളം കഴിഞ്ഞ ഒരാഴ്ചക്കാലത്ത് മാത്രം വായിച്ച നമ്മളുടെ ദൃശ്യമാധ്യമങ്ങൾ നമ്മളോട് പങ്കുവെച്ച ദയനീയമായ യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ചാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. ഈ ദയനീയമായ സാഹചര്യത്തിൽ ഇതിൻ്റെയൊക്കെ പിറകിൽ മദ്യവും മറ്റു രാസലഹരിയും ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങളുടെ പ്രചോദനമുണ്ടായിട്ടുണ്ട് എന്നാണ് വൈദ്യശാസ്ത്രവും കേരളത്തിലെ നിയമ സംവിധാനങ്ങളും പത്രമാധ്യമങ്ങളും നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെതിരെ അതിശക്തമായി കേരളത്തിലെ ഏറ്റവും ചാലകശക്തിയുള്ള ഒരു യുവജന പ്രസ്ഥാനം എന്ന നിലയിൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ശക്തമായ ക്യാമ്പയിനിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ നഗരങ്ങളിലും ഓരോ ഗ്രാമങ്ങളിലും വീടുകൾ തോറും അതിശക്തമായ ലഹരി വിരുദ്ധ പോരാട്ടത്തിന് നേതൃത്വം നൽകണമെന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മളിവിടെ ലഹരി വിരുദ്ധ ആഫ്രിക്കയിലും നൈജീരിയയിലെ മറ്റു പല ഉൾപ്രദേശങ്ങളിലുമൊക്കെ ലഹരിയുടെ വിൽപ്പനകളും നിശാക്ലബുകളും ഉണ്ട് എന്ന വാർത്തകൾ നമ്മളൊരു കാലത്ത് വായിച്ചു. പിന്നീട് ആളുകൾ പറഞ്ഞു തുടങ്ങി അത് നമ്മുടെ ഭൂമിശാസ്ത്രത്തിൻ്റെ അതിർത്തികൾക്കപ്പുറത്തുള്ള ആഫ്രിക്കയിലെ ഉൾഗ്രാമത്തിൽ മാത്രമല്ല, നിങ്ങളുടെ ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ ശിലാകേന്ദ്രത്തിൻ്റെ മൂക്കിന് താഴെ ഡൽഹി രാത്രി സമയങ്ങളിൽ നിശാക്ലബുകൾ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. ആളുകൾ പിന്നീട് പറഞ്ഞു അത് ദക്ഷിണേന്ത്യയിലെ ഉദ്യാന നഗരി എന്നറിയപ്പെടുന്ന ബംഗളൂരുവിൻ്റെ അർദ്ധരാത്രികളിൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകമായ നിശാക്ലബുകൾ ഉണ്ട്. നമ്മൾ സമാധാനിച്ചത് കർണാടകയിലാണുള്ളത്. അവിടുത്തെ ഈ മതിലുകൾ കടന്ന് മെട്രോപൊളിറ്റൻ സിറ്റി എന്ന് പറയുന്ന മധ്യ കേരളത്തിന്റെ മനോഹരമായ നഗരമായ കൊച്ചിയിൽ നിശാക്ലബുകളുണ്ട് എന്ന് നമ്മൾ പിന്നീട് വാർത്തകൾ വായിച്ചു. ഏറ്റവും അവസാനം 1 വർഷം മുമ്പ് അടിവാരത്ത് വെച്ച് പിടിക്കപ്പെട്ട ഒരു പെൺകുട്ടി പറഞ്ഞത്, ഞാൻ കോഴിക്കോട്ടെ കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള നിശാക്ലബിന് വേണ്ടിയിട്ടാണ് ഈ രാസലഹരികൾ കൊണ്ടുവരുന്നത് എന്നാണ്. മലബാറിന്റെ ശിലാകേന്ദ്രമായ കോഴിക്കോട് നഗരത്തിൽ വരെ നിശാക്ലബുകൾ സംഘടിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ വിചാരിച്ചത് കോഴിക്കോട് അവസാനിക്കുമെന്ന്. നമ്മുടെ ഉൾഗ്രാമങ്ങളിലേക്ക്, നമ്മുടെ നഗരങ്ങളിലേക്ക്, നമ്മുടെ സാധാരണ മുക്കുകളിലേക്കും മൂലകളിലേക്കും നമ്മുടെ ചെറുപ്പക്കാരുടെ തലച്ചോറുകളെ ഉന്മാദങ്ങളിലേക്ക് വീഴ്ത്തുന്ന ലഹരി പദാർത്ഥങ്ങൾ സജീവമാകുന്ന ഒരു ഘട്ടത്തിൽ കേരളത്തിലെ നിരവധി നവോത്ഥാന സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകിയ, അന്ധകാരങ്ങൾക്കെതിരെ വെളിച്ചം പകർന്ന, തിന്മകൾക്കെതിരെ സമരായുധമായി മാറിയ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായിട്ടാണ് ഓരോ തെരുവുകളെയും ലഹരി വിരുദ്ധ പോരാട്ടത്തിന്റെ വരുന്നാളുകളെ തീർക്കാൻ മുസ്ലിം യൂത്ത് ലീഗ് ഈ ജാഗ്രതാ റാലികൾ കേരളത്തിൽ ഉടനീളം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിവിടെ മുദ്രാവാക്യത്തിൽ പറഞ്ഞിട്ടുള്ളത്, കേരളത്തിന്റെ ഗവൺമെന്റിന് ഇതിനൊരു ഉത്തരവാദിത്വമുണ്ട്. ഞങ്ങൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഈ അപകടകരമായ ഒരു അവസ്ഥയിലും പ്രതിസന്ധിയിലും പ്രതിക്കൂട്ടി നിർത്തുന്ന പരമ്പരാഗതമായ ഒരു പ്രതിപക്ഷത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശൈലി സ്വീകരിച്ചുകൊണ്ടല്ല ഞങ്ങളിവിടെ പ്രസംഗിക്കുന്നതും മുദ്രാവാക്യം എടുക്കുന്നതും. കേരളത്തിലെ ഗവൺമെന്റ് മുന്നിൽ നിൽക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഗവൺമെന്റ് പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി മുന്നിൽ നിൽക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള പോരാട്ടമാണ് നടത്തേണ്ടത്. വയനാട്ടിൽ ഒരു ഉരുൾപൊട്ടലുണ്ടായപ്പോൾ, മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ ഒരു പ്രളയമുണ്ടായപ്പോൾ, മധ്യ കേരളത്തിലും മലബാറിലുമൊക്കെ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ നമ്മൾ ആ അപകടത്തെ ഒരുമിച്ച് പ്രതിരോധിച്ചവരാണ്. ഏതെങ്കിലും തരത്തിൽ അവിടെ മതം പറഞ്ഞിരുന്നില്ല. നിലമ്പൂരിലെ പോത്തുകൽ ജുമാ മസ്ജിദിനെ നമ്മൾ പോസ്റ്റ്മോർട്ടം ഹാളാക്കി മാറ്റിയിട്ടുണ്ട്. അവിടുത്തെ ഒരു ക്ഷേത്രത്തെ നമ്മൾ ദുരിതാശ്വാസ ക്യാമ്പാക്കി മാറ്റിയിട്ടുണ്ട്. അവിടുത്തെ ഒരു ക്രൈസ്തവ ദേവാലയത്തെ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിചരണ കേന്ദ്രമാക്കി മാറ്റിയത് ഒരു ദുരന്തമുണ്ടായാൽ മലയാളികൾ ഒന്നാണ് എന്ന് പറയുന്ന ശീലത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ശീലം തെറ്റുന്ന പ്രസ്താവനകളാണ് കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ജനപ്രതിനിധി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് മദ്രസ വിദ്യാർത്ഥികളാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറയുന്നത് മദ്രസയിൽ പഠിച്ചവരാണെന്നാണ്. കേരളത്തിൽ മദ്യപാനം ഒരുപാട് കാലം ഉണ്ടായിട്ടുണ്ടല്ലോ. കേരളത്തിലെ മറ്റു ലഹരി പദാർത്ഥങ്ങളുടെ വിൽപ്പനകൾ ഏറെക്കാലമായി നമ്മൾ പ്രതിരോധിക്കുന്നതല്ലേ. ആ സമയത്തൊക്കെ മദ്യക്കച്ചവടം നടത്തുന്നതിന്റെ മതം ആരെങ്കിലും പറഞ്ഞിരുന്നു? മദ്യവാരകം നടത്തുന്നവരുടെ വിശ്വാസത്തെ സംബന്ധിച്ച് ആരെങ്കിലും സൂചിപ്പിച്ചിരുന്നു? അതൊന്നും പറയാതിരുന്നത് കുടിക്കരുത്, പ്രചരിപ്പിക്കരുത്, മദ്യപിക്കരുത്, ലഹരി ഉപയോഗിക്കരുത് എന്ന അതിരുകളില്ലാത്ത, ഏതെങ്കിലും തരത്തിൽ അതിർത്തികളില്ലാത്ത മനോഹരമായൊരു മനുഷ്യാവകാശമല്ലേ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷെ ഇന്നിവിടെ മതം പറയുന്നവരുടെ ചിന്താഗതികൾ എന്താണ്? അവരെങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? മദ്യത്തിനെതിരെ 1400 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച, മനുഷ്യ ചരിത്രത്തിൽ ഇന്ന് വരെയില്ലാത്ത, മനുഷ്യന്റെ ചരിത്രത്തിന് ശാസ്ത്രീയമായി ലക്ഷക്കണക്കിന് വർഷത്തിന്റെ പാരമ്പര്യമുണ്ടെങ്കിൽ അതിന് മുമ്പും അതിന് പിൻപും അങ്ങനെയൊരു നിരോധന വിപ്ലവം നടന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്നത് മദ്രസയിൽ പഠിപ്പിക്കപ്പെട്ടവരാണ് ഇതിനെതിരെ അതിശക്തമായി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്.
പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വാസ ധർമ്മങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നമ്മൾ കാണേണ്ടത് മദീന മുഴുവൻ അബ്കാരികളുടെ കേന്ദ്രമായി മദ്യം സപ്ലൈ ചെയ്തും മരണപ്പെട്ടാൽ പോലും മദ്യത്തിന്റെ ലഹരികൾ ശരീരത്തിൽ ഉണ്ടാകാൻ വേണ്ടി മദ്യത്തിന്റെ ചുവട്ടിൽ നിന്ന് കുടിച്ചിടണമെന്ന് ആവശ്യപ്പെട്ട കവികൾ ജീവിച്ച കാട്ടറബികളുടെ ഒരു കാലത്താണ് മദ്യപാനത്തിനെതിരെ വിശുദ്ധ വചനം ഇറങ്ങിയിരിക്കുന്നു എന്ന് പറയപ്പെട്ടപ്പോൾ അല്പസമയം മുമ്പ് കുടിക്കപ്പെട്ടു പോയ മദ്യത്തിലേക്ക് തൊണ്ടയിലേക്ക് കൈ തിരികെ കയറ്റി അത് പുറത്തോട്ട് തള്ളാൻ വേണ്ടി അത്രമേൽ വിശ്വാസം പ്രചോദിപ്പിച്ച ഒരു ജനതയുടെ വിശുദ്ധ വേദത്തിന്റെ അവതരിക്കപ്പെട്ട ഒരു പാതിരാവിലാണ് മുസ്ലിം യൂത്ത് ലീഗ് സമരവുമായി രംഗത്തിറങ്ങുന്നത്. മദ്യം വിഷമാണ്, അത് കുടിക്കരുത്, അത് വിൽക്കരുത് എന്ന് കേരളത്തിന്റെ നവോത്ഥാനത്തെ പ്രവർത്തനം സംസാരിച്ച ശ്രീനാരായണ ഗുരുവിന്റെ വചനങ്ങൾ പ്രചോദിപ്പിച്ചവരാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ ഈ സാമൂഹിക വിപ്ലവത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. അവിടെ മതം പറയുന്നവരോട്, അവിടെ വിശ്വാസത്തെ സംബന്ധിച്ച് പറയുന്നവരോട്, അവന്റെ വിശ്വാസത്തിന്റെ നാൾവഴികളെ പറ്റി അന്വേഷണം നടത്തുന്നവരോട്, അവർ ഉത്തമമായ ഈ ജനകീയ മുന്നേറ്റത്തിന് വർഗീയതയുടെ മതിൽ കെട്ടാൻ ശ്രമിക്കുന്നവരാണ്. ആ വർഗീയ മതിലുകൾ തകർത്തുകൊണ്ടുള്ള ജനകീയ മുന്നേറ്റത്തിനാണ് മുസ്ലിം യൂത്ത് ലീഗ് മുന്നോട്ട് പോകുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ പറയുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയോട് ഞങ്ങൾ ചോദിക്കാനുള്ളത്, നിങ്ങളുടെ പ്രതിഭ എന്ന് പറയുന്ന കായംകുളത്തെ MLA-യുടെ മകനെ അറസ്റ്റ് ചെയ്ത ഒരു വിഷയമുണ്ടായിരുന്നുവല്ലോ, എന്തായിരുന്നു FIR? ഇരട്ടത്താപ്പായിരുന്നില്ലേ പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്? സജി ചെറിയാൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ഒരു മുൻ മന്ത്രിയുടെ വനംകൈയായിട്ടുള്ള ഷാനവാസ് എന്ന് പറയുന്ന കായംകുളത്തെ ക്ഷേമകാര്യ സമിതി ചെയർമാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട CPM പ്രവർത്തകന്റെ ലോറിയിൽ നിന്നല്ലേ ലോഡ് കണക്കിന് ലഹരി പദാർത്ഥങ്ങൾ പിടിക്കപ്പെട്ടത്? അയാൾ ഇപ്പോഴും പുറത്ത് വിലസിക്കൊണ്ടിരിക്കുകയല്ലേ? കേരള യൂണിവേഴ്സിറ്റിയുടെ SFI നേതാവായ ഒരു വ്യക്തി ഇപ്പോൾ കേരളത്തിലെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത വിഷയം കേരളത്തിലെ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് നമ്മൾ ഓരോരുത്തരും വായിച്ചതല്ലേ? ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റിന് അത് നിയന്ത്രിക്കാൻ ആവശ്യമായ ജനപ്രതിനിധികൾക്ക് നേതൃത്വം നൽകുന്ന പൊതുപ്രവർത്തകന്മാർക്ക് പോലും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥ കേരളത്തിലുണ്ടെങ്കിൽ ഇതിനെതിരെ ഗവൺമെന്റ് ഒന്നാമതായി അതിശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. ഇരട്ടത്താപ്പുകൾ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് യൂത്ത് ലീഗിന് ഇതിൽ രാഷ്ട്രീയ പക്ഷഭേദമില്ല. കേരളത്തിലെ DYFI-യുടെ ശുഭ്രപതാക പിടിക്കുന്ന DYFI-ക്കാര, കേരളത്തിലെ യുവജന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന യൂത്ത് കോൺഗ്രസുകാര, മുസ്ലിം യൂത്ത് ലീഗുകാര, SSF-കാര, SKSSF-കാര, ISM-കാര, സോളിഡാരിറ്റിക്കാര, ഈ ജനകീയ പോരാട്ടത്തിന് മുദ്രാവാക്യം വിളിക്കാൻ നിങ്ങളെ ഞങ്ങൾ മാടി വിളിക്കുകയാണ്. ഒരുമിച്ചുള്ള പോരാട്ടത്തിനാണ്. പരമ്പരാഗതമായി അധികാര ആരോഹണ അവരോഹണത്തിന് വേണ്ടി പഞ്ചവത്സരങ്ങൾ വരുന്ന തെരഞ്ഞെടുപ്പ് അജണ്ടയല്ല ഞങ്ങൾക്ക് ലഹരി വിരുദ്ധ പോരാട്ടം. ഞങ്ങളുടെ ജനകീയമായ ഈ ജനതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. താമരശ്ശേരിയിൽ ഭർത്താവിന്റെ വേർപാടിന് ശേഷം ആ മകന് വേണ്ടിയിട്ടാണ് ഉമ്മ ജീവിച്ചത്. 9.5 മാസം ഗർഭം ചുമന്ന ഉമ്മ ജീവിതത്തിന്റെ സബളിമമായ കാലം ദാമ്പത്യ ജീവിതത്തിന് വേണ്ടി കൊടുക്കാതെ സ്വന്തം മകനെ പോറ്റാനും വളർത്താനും വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരു ഉമ്മ, മകന്റെ കൈ വളരുന്നു, കാല് വളരുന്നു ആലോചിച്ചുകൊണ്ട് ജീവിതത്തിന് തുച്ഛമായി കിട്ടുന്ന ശമ്പളം കൊണ്ട് മക്കൾക്ക് കഞ്ഞി വാങ്ങിക്കൊടുത്ത പാവപ്പെട്ട ഒരു ഉമ്മ, 60 രോഗബാധിതയായി ചികിത്സ നേടാൻ സാമ്പത്തികമായ ഭദ്രത പോലും ഇല്ലാതിട്ടും മക്കൾക്ക് വേണ്ടി ജീവിച്ച പാവപ്പെട്ട ഒരുമ്മ, ഒരു അർദ്ധരാത്രി സമയത്ത് തന്റെ അമ്മിന്റെ പാലിന്റെ മണം നുകർന്ന ഒരു പൊന്നുപോൽ വന്നുകൊണ്ട് 20 വയസ്സിന്റെ ചോരത്തിളപ്പിൽ ലഹരി തലച്ചോറിൽ പിടിച്ചതിന്റെ ഉന്മാദത്തിൽ സ്വന്തം ഉമ്മയുടെ കഴുത്തിൽ കത്തിയിറക്കുന്ന കാലത്ത് ഞങ്ങൾ പറയുന്നത്, അതേ താമരശ്ശേരി ഈ സുഹൃത്തിനൊപ്പം സെൽഫി എടുത്ത ചെറുപ്പക്കാരൻ യാസർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇന്നലെ സ്വന്തം കൂടെ ഇറങ്ങിപ്പോയി 4 വർഷമായി തന്റെ കൂടെ ദാമ്പത്യ ജീവിതം പഠിക്കുന്ന 3 വയസ്സുള്ള ഒരു പെൺകുട്ടി മകളായുള്ള ഒരു ഉമ്മയുടെ സ്വന്തം വീട്ടിലേക്ക് കയറിക്കൊണ്ട് മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ച് കഴുത്തറത്ത് ഇന്നലെയും കൊണ്ടിരിക്കുന്നു. താമരശ്ശേരി പോലീസിന് 1 മാസം മുമ്പാണ് ആ പെൺകുട്ടി പരാതി നൽകിയത്, എന്റെ ഭർത്താവ് എന്നെ പീഡിപ്പിക്കുന്നുവെന്ന്. കഴിഞ്ഞ 1-2 വർഷമായി എനിക്ക് വലിയ മർദ്ദനങ്ങളുണ്ട് എന്ന് നിരന്തരമായി പറഞ്ഞിട്ടും കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് എവിടെയാണ്? ഞങ്ങൾ അതുകൊണ്ടാണ് പറയുന്നത്, രാഷ്ട്രീയ പക്ഷപാതത്തിന്റെ പേരിലല്ല. ഷഹബാസിനെ കൊന്നത് അവിടുത്തെ കേവലം 4ഓളം വരുന്ന വിദ്യാർത്ഥികളല്ല, അവരെ സംരക്ഷിച്ച് ഇത്തരം കൊലപാതകങ്ങൾക്ക് പ്രചോദനം നൽകുന്ന കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എനിക്ക് ജീവിതത്തിന് സ്വാതന്ത്ര്യം വേണം, ഭർത്താവിൽ നിന്ന് രക്ഷ വേണം, അയാൾ രാസലഹരി ഉപയോഗിക്കുന്നുവെന്ന് അറിയാവുന്ന ഒരു അഭയകേന്ദ്രത്തിൽ പോയി പരാതി കൊടുത്ത പെൺകുട്ടികളെ പരാതികൾക്കത്ത പോലീസാണ് ഒന്നാമത്തെ പ്രതി എന്ന് ഞങ്ങൾ 1000 വട്ടം പറയുകയാണ്. 9.5 മാസം ഗർഭം ചുമന്ന സ്വന്തം മകന്റെ കത്തികൊണ്ട് മൂർച്ചയിളവാട് കൊണ്ട് മരണം വരിക്കേണ്ടി വന്ന ഈങ്ങാപ്പയിൽ ആരടി മണ്ണിൽ ചേതനയിട്ട് കിടക്കുന്ന
പറയുന്ന ആ ഉമ്മയുടെ മഗ്ഫിറത്തിനോടൊപ്പം പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം അങ്ങനെ ഒരു ഉമ്മയും നാട്ടിലുണ്ടാകാതിരിക്കാൻ ഇവിടുത്തെ പോലീസിന്റെ കയ്യിൽ നിന്ന് ജാഗ്രതയാണുള്ളത്. അതുകൊണ്ട് വളരെ കൃത്യമായി ഈ പോരാട്ടത്തിന് എല്ലാവരും അണിനിരക്കുക എന്നുള്ളത് മുസ്ലിം യൂത്ത് ലീഗിന്റെ നിലപാടാണ്. സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗ് പാലക്കാട് നടത്തിയിട്ടുള്ള ക്യാമ്പിന്റെ ഭാഗമായി ഞങ്ങൾ അവതരിപ്പിച്ച പ്രമേയത്തിലും എല്ലാ യുവജന സംഘടനകളെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ അജണ്ടകൾ ഇതിലേക്ക് വരണമെന്നാൽ പാർലമെന്റിൽ ഈ വ്യാമോഹങ്ങളുടെ വഴിയിൽ മാത്രം സഞ്ചരിക്കേണ്ടവരില്ല. ഏത് വിഷയമുണ്ടായാലും യുവത്വത്തിന്റെ കയ്യിൽ ഒരു പതാകയുണ്ടാകണം. അവധിക്കാലമില്ലാത്ത സമരത്തിന് നമ്മൾ നേതൃത്വം നൽകണം. തൊണ്ടപെട്ടുന്ന ഉച്ചത്തിൽ നമ്മൾ മുദ്രാവാക്യം വലിക്കണം. ഇവിടുത്തെ പോലീസ് സംവിധാനത്തോട് ഔദ്യോഗികമായ പരാതി നൽകിയിട്ടും നിങ്ങളുടെ കയ്യിൽ പിടിക്കപ്പെടാത്തവരാണ്, നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങാത്തവരാണ് ലഹരി മാഫിയ സംഘങ്ങളെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ലാത്തികൾ ഞങ്ങൾക്ക് നൽകൂ, നിങ്ങൾക്കുള്ള നിയമാവകാശങ്ങൾ ഞങ്ങൾക്ക് നൽകൂ എന്നാണ് കേരളത്തിലെ മുഴുവൻ യുവജന സംഘടനകളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഈ പോരാട്ടം എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ പ്രതലമുണ്ട്, സാമൂഹികതയുടെ പ്രതലമുണ്ട്, സംസ്കാരത്തിന്റെ പ്രതലമുണ്ട്, മാനവികതയുടെ പ്രതലമുണ്ട്, രാഷ്ട്രീയത്തിന്റെ അതിർത്തികൾക്കും അതിർവരമ്പുകൾക്കും അപ്പുറത്തുള്ള വിശ്വമാനവികതയുടെ പ്രതീകമുണ്ട്. അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പാതിരാവുകൾ പകൽ വെളിച്ചത്തിൽ പട്ടിണി കിടന്നും പാതിരാവുകളിൽ പിറച്ചവന്റെ മുമ്പിൽ പടയോട്ടത്തിന് നേതൃത്വം നൽകാനാണ് യൂത്ത് ലീഗ് നൈറ്റ് റാലിയുമായി ഈ രംഗത്ത് സജീവമായിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ മറ്റേതെങ്കിലും വഴിയിലേക്ക് കൊണ്ടുപോകരുത്, ഇതിനെ വർഗീയവൽക്കരിക്കരുത്, ഇതിന് വിഭാഗീയത മതിലുകൾ കെട്ടരുത്, ഇതിന് മദ്രസയുടെ തലയിൽ വെക്കരുത്, ഇത് മതപണ്ഡിതന്മാരുടെ മാത്രം പണ്ട് ഏതെങ്കിലും ധർമ്മമായി നിങ്ങൾ ചുരുക്കരുത്, ഇതിലേതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ താല്പര്യം വരുത്തരുത്. നമ്മൾ ഒരുമിച്ചുള്ള ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മൾ ഒരുമിച്ചാൽ കോഴിക്കോട് കടലോരങ്ങളിൽ കിസ്മി ലൗമി എന്ന് പറയുന്ന പോപ്പ് സംഗീതത്തിന്റെ ഈരടികൾക്ക് താളം തുള്ളി കേബറേഴ്സിന് നേതൃത്വം നൽകി ആഘോഷരാവുകളെ മടക്കുന്ന ലഹരി മയക്കത്തിലേക്ക് കൊണ്ടുപോകുന്ന ചെറുപ്പത്തെ തിരിച്ചു പിടിച്ചുകൊണ്ട് അവന്റെ കയ്യിലെ മദ്യക്കുപ്പിക്ക് പകരം അവന്റെ കയ്യിൽ പാവപ്പെട്ടവന്റെ വീട്ടിലേക്ക് പോകാനുള്ള നാണയത്തുട്ടുകൾ കൊടുത്തുകൊണ്ട് സാമൂഹ്യ പ്രബുദ്ധതയുള്ള ഒരു ചെറുപ്പത്തെ സൃഷ്ടിക്കാനുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരു യുവജന സംഘടനയുടെ കാലങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ പോരാട്ടമാണ്. ഞങ്ങൾ ഇന്നലെയും ഇന്നും തുടങ്ങിയതല്ല. കഴിഞ്ഞ വർഷവും ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ലഹരി വിരുദ്ധ പദ്ധതി. ഞങ്ങൾ അതിനു മുമ്പിലത്തെ വർഷവും യൂത്ത് ലീഗ് നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. എക്കാലവും കടന്നു വന്നിട്ടുള്ള മുസ്ലിം യൂത്ത് ലീഗിന്റെ കർമ്മ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിൽ ഒന്നും ലഹരി വിരുദ്ധം തന്നെയാണ്. അതുകൊണ്ട് ഉന്മാദങ്ങളിലേക്ക് 48 മണിക്കൂറിന്റെ ഉന്മാദങ്ങളിലേക്ക് അല്ലെങ്കിൽ 24 മണിക്കൂറിന്റെ അനുഭൂതികളിലേക്ക് ജീവിതത്തിന്റെ 40ഉം 50ഉം പതിറ്റാണ്ടുകളും നീണ്ട ശബളിമമായ ആയുസ്സുകളെ തകർത്തെറിയുന്ന നമ്മുടെ ചെറുപ്പത്തെ, ന്യൂ ജനറേഷനെ, നമ്മുടെ നവതലമുറയെ അവർ തെറ്റായ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ അവരെ തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. യൂത്ത് ലീഗിന്റെ പ്രിയപ്പെട്ട നേതാവ് നമ്മുടെ സാരി സാഹിബിന്റെ പ്രിയപ്പെട്ട മകൻ ഞങ്ങൾ ഇന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു യൂത്ത് ലീഗുകാരന്റെ എക്കാലത്തെയും പ്രവർത്തനത്തിന്റെ പ്രചോദനമാണ്. തൊട്ടടുത്ത ദിവസം ഇത്രമേൽ അപകടകരമായ വാർത്തകൾ വരുന്നതിന് മുമ്പാണ് അദ്ദേഹത്തിന്റെ യൂണിറ്റിൽ വെച്ച് ആ ചെറുപ്പക്കാരൻ ലഹരി വിരുദ്ധ പരിപാടിക്ക് നേതൃത്വം നൽകാൻ വേണ്ടി അവസാന തയ്യാറെടുപ്പുകൾ നടത്തിയത്. നെറ്റിത്തടത്തിൽ വിയർപ്പ് തുള്ളിയുമായി നാഥനെ കണ്ടെത്തുന്ന യൂത്ത് ലീഗിന്റെ പ്രതീകമായി ആ പ്രിയപ്പെട്ട പുത്രൻ മാറുകയും അതിന് മൗഫറത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ ചെറുപ്പക്കാരെ, നിങ്ങൾ വിളിച്ച മുദ്രാവാക്യങ്ങൾ, നിങ്ങൾ തൊണ്ടപൊട്ടുമാറെ വിളിച്ചു പറഞ്ഞ ഈ മുദ്രാവാക്യങ്ങൾ, നിങ്ങൾ നടന്നു വന്ന നാളുവഴികളും വഴിദൂരങ്ങളും കേരളത്തിലെ ലഹരി വിരുദ്ധ പോരാട്ടത്തിന്റെ അടങ്ങാത്ത മുദ്രാവാക്യമായി ഇനി മാറാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ഇതിന്ന് പിന്മാറുന്നില്ല. പ്രതികളായി അനിവാര്യമായ ശിക്ഷകൾ നൽകിയും ഭരണകൂടം അനുയോജ്യമായ നിയമ നടപടികൾ സ്വീകരിച്ചും സമൂഹം ഒരുമിച്ചിരുന്ന് പ്രതിരോധിച്ചും രാഷ്ട്രീയ തിമിരം ബാധിക്കാതെ സ്വാഭാവികമായ രാഷ്ട്രീയത്തിന്റെ പ്രതലത്തിൽ നിന്നുകൊണ്ട് തന്നെയുള്ള ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനും എല്ലാവരും ഒരുമിച്ച് നിൽക്കുക. ഒരുമിച്ച് നിന്നുപോലെ ഈ പ്രതിരോധത്തിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള ലഹരി വിരുദ്ധ വിപ്ലവങ്ങൾക്ക് നേതൃത്വം നൽകാനും കേരളത്തെ ലഹരി മുക്ത ഗ്രാമമാക്കി മാറ്റാനുള്ള ശക്തമായ പദ്ധതികൾ ആവിഷ്കരിക്കാനും എല്ലാ യുവജന സംഘടനകളുടെയും പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പാതിരാവിലും മുസ്ലിം യൂത്ത് ലീഗിന്റെ ചെറുപ്പക്കാർ അണിനിരത്തി ഇവിടെ നടത്തിയിട്ടുള്ള ഈ മനോഹര